ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം തീവ്രവാദമാണെന്നും ഇവരുമായുള്ള സഖ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം ഉണ്ടാക്കരുതെന്നാണ് യൂത്ത് ലീഗ് പ്രവർത്തക സമിതി തീരുമാനിച്ചതെന്നും പി.കെ. ഫിറോസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ സഖ്യം യു.ഡി.എഫിന്റെ മതേതര സ്വഭാവത്തെ നഷ്ടപ്പെടുത്തിയെന്നും പി.കെ. ഫിറോസ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF സഖ്യത്തിലേർപ്പെടുന്നതിനെതിരെ നേരത്തെ യൂത്ത് ലീഗ് രംഗത്തെത്തിയിരുന്നു. മുന്നണിക്ക് പുറത്തുള്ളവരുമായി സഖ്യം വേണ്ടെന്ന മുന്നണി തീരുമാനം നടപ്പിലാക്കണമെന്നായിരുന്നു യൂത്ത് ലീഗിന്റെ ആവശ്യം. എന്നാൽ ഇത് അവഗണിച്ചാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി സഖ്യത്തിലായത്. സഖ്യം UDFന് നേട്ടമുണ്ടാക്കില്ലെന്ന് മാത്രമല്ല പലയിടങ്ങളിലും കോട്ടം പറ്റിയുമെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ജമാഅത്തെ സഖ്യത്തെ കഴിഞ്ഞ ദിവസം ചേർന്ന യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി രൂക്ഷമായി വിമർശിച്ചത്. ഇത്തരം കക്ഷികളുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കാൻ പാടില്ലെന്ന് യൂത്ത് ലീഗ് പ്രവർത്തക സമിതി തീരുമാനിച്ചതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിയമസഭയിൽ അത്തരം കക്ഷികളുമായി സഖ്യമോ ധാരണയോ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പ്രാദേശികമായി ഈ തീരുമാനത്തിന് വിരുദ്ധമായി നേരത്തെ തന്നെ UDF ഒരു തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനം UDFന്റെ പുറത്തുള്ള കക്ഷികളുമായി സഖ്യമോ ധാരണയോ ഉണ്ടാക്കാൻ പാടില്ല എന്നതാണ്. ആ തീരുമാനത്തിന് വിരുദ്ധമായി എവിടെയെങ്കിലും ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അത് യൂത്ത് ലീഗിൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായ നിലപാടാണ്. ആ നിലപാടിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരം കക്ഷികളുമായി ധാരണയോ സഖ്യമോ ഉണ്ടാക്കാൻ പാടില്ല എന്ന ശക്തമായ നിലപാട് ഇന്നത്തെ പ്രവർത്തക സമിതി യോഗം ഒരിക്കൽ കൂടി അടിവരയിട്ടിട്ടുണ്ട്, ആവർത്തിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം തീവ്രവാദമാണെന്നും ഇത് മുസ്ലിം ലീഗിനോ UDFനോ അംഗീകരിക്കാൻ കഴിയില്ലെന്നും പി.കെ. ഫിറോസ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഉൾപ്പെടെയുള്ള വാദങ്ങൾ വർഗീയമാണ്, തീവ്രവാദമാണ്. അത് ലീഗിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, UDFന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ആ നിലപാടിൽ നിന്ന് അവർ പുറകോട്ട് പോയില്ലെന്നൊക്കെ ഉള്ളത് അവരാണ് പറയേണ്ടത്. അതേസമയത്ത് STPയുമായി സമീകരിക്കാൻ STPയുമായി സമീകരിക്കാൻ കഴിയുന്ന പാർട്ടി അല്ല വെൽഫെയർ പാർട്ടി. ഞങ്ങൾ അത്ര വർഗീയത ഉണ്ടോ? വർഗീയതന്റെ മീറ്റർ വെച്ചിട്ടല്ലല്ലോ. രണ്ട് പാർട്ടികളും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വ്യത്യസ്തമാണ്. ആശയപരമായി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ച മതരാഷ്ട്രവാദം, ആ മതരാഷ്ട്രവാദത്തെ ഏറ്റവും ശക്തമായി എതിർത്ത പാരമ്പര്യമാണ് ലീഗിനുള്ളത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF സഖ്യം ജമാഅത്തെ ഇസ്ലാമിക്ക് നേട്ടമുണ്ടാക്കി കൊടുത്തുവെന്ന വിമർശനം നിലനിൽക്കെയാണ് യൂത്ത് ലീഗ് നിലപാട് ആവർത്തിച്ചത്. ടൈം വിഷൻ ന്യൂസ്, കോഴിക്കോട്.